KPC അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തന്നെയാണ് പാർട്ടി നേതാക്കന്മാരെല്ലാം ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. മോൻസി ജോസഫ് ഉൾപ്പെടെയുള്ള നിങ്ങൾ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയതുപോലെ രക്തസാക്ഷി ഫണ്ടിലെ തിരിമറി ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അത് കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കുക ചെയ്ത്. ഞങ്ങളെ സംബന്ധിച്ച് രക്തസാക്ഷി മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായ രക്തസാക്ഷി തിരിമറി ഫണ്ടും ശബരിമല കൊള്ളയും അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ നടന്ന രണ്ടാമത്തെ തീവട്ടിക്കൊള്ളയും എല്ലാം മറച്ചു പിടിക്കാൻ അവർ ഇത് ഒരു പുകമറയാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പം തന്നെ ഞാൻ തന്നെയാണ് അതിൻ്റെ കണക്കുകൾ വ്യക്തമായ സത്യസന്ധമായ ക്രിസ്റ്റൽ ക്ലിയർ കണക്ക് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം വിലയിരുത്തിക്കൊണ്ട് കൽപ്പറ്റയിലും വയനാട്ടിലും കേരളത്തിലും ജനങ്ങൾ വിധിയെടുത്ത് നടത്തും. സർക്കാരിന് നമുക്കറിയാമല്ലോ, ഇത്രയും കാലമായില്ലേ, എല്ലാവർക്കും കാലതാമസം ഉണ്ടാവും. ഞാനതിൽ സർക്കാരിനെയും അങ്ങനെ ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞ കാര്യം എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് അതിനിടയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെതായ സാവകാശം ഉണ്ടാകും. സാങ്കേതികമായിട്ടുള്ള കടമ്പകളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഐ എം നോട്ട് ഫോർ കോൺട്രവേഴ്സ്യൽ ഡിസ്കഷൻ ഓർ ഡിബേറ്റ് ആസ് സച്ച്. എൻ്റെ വീട്ടിലേക്കുള്ള പഞ്ചായത്ത് റോഡ്, എൻ്റെ വീട് മാത്രമല്ല നാട്ടിലേക്കുള്ള പഞ്ചായത്ത് റോഡുണ്ട്. അതിന് MLA ഫണ്ടിൽ ഞാൻ ഫണ്ട് അനുവദിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞു. ഒരു കോൺട്രാക്ടർ ടെൻഡർ എടുത്തിട്ട് 6 മാസം കഴിഞ്ഞു. എൻ്റെ വീട്ടിലേക്കുള്ള റോഡ് കൂടി ആയതുകൊണ്ട്, ഒരുപാട് പേര് വരുന്ന റോഡായതുകൊണ്ട് ഞാൻ ആ കോൺട്രാക്ടറെ പലവട്ടം വിളിച്ചു. അയാൾ ഇന്ന് ഞാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ നിരവധി അനുഭവങ്ങൾ സിദ്ദിഖിന് MLA എന്ന നിലയ്ക്കും ഐസക്കിന് മുനിസിപ്പൽ ചെയർമാനായിരുന്ന നിലയ്ക്കും അറിയാം. ഒരു പണിയെടുക്കുന്നതിന് ഇന്ന സമയം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അറ്റ് ദി ഏർലിയസ്റ്റ് നിങ്ങളെല്ലാം ഉത്കണ്ഠയും ആകാംക്ഷയും താല്പര്യവും എല്ലാം പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ അത് പൂർത്തീകരിക്കാം. ശരി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സംസാരിക്കുകയായിരുന്നു. എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ടായിരുന്ന ആദ്യ ഭാഗത്തെ പ്രതികരണം. പിന്നീട് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്കാണ്. ദുരന്ത സമയത്ത് ടി സിദ്ദിഖ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ താൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒരു സമയക്രമം വീട് വയ്ക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ പറയുന്നില്ല. സാങ്കേതികമായ ചില തടസ്സങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം. പക്ഷേ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് ഒടുവിലത്തെ ആ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത്. ഇനി മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് പിന്തുണയുമായി മുസ്ലിം ലീഗ്. എക്സിറ്റ് പോളിൽ സതീശന് ലഭിച്ച സ്വീകാര്യത ജനവികാരം. പിന്തുണ കിട്ടിയിരിക്കുന്നത് VD സതീശനാ കോൺഗ്രസിൽ. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? ഭാവിയിൽ ഭരണകാര്യത്തിൽ അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDF-ൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. UDF യോജിച്ച തീരുമാനമെടുക്കുമെന്ന് സാദിഖ് അലി തങ്ങൾ. എല്ലാ അഭിപ്രായവും കോൺഗ്രസ് പരിഗണിക്കുമെന്ന് സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി ആരെന്ന് മെയ് 4-ന് ശേഷം തീരുമാനിക്കുമെന്ന് K മുരളീധരൻ. മൂവാറ്റുപുഴയിൽ പോസ്റ്റർ യുദ്ധം. എക്സിറ്റ് പോളിൽ കണ്ടത് LDF വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന സൂചനയെന്ന് CPM. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് MV ഗോവിന്ദൻ. പിണറായി മികച്ച മുഖ്യമന്ത്രി എന്ന സർവേയിലും തെളിഞ്ഞുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ള പരസ്യ പ്രഖ്യാപനത്തിന്റെ ഉള്ളറകളാണ് യഥാർത്ഥത്തിൽ സർവേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എക്സാറ്റ് ഫലം 4-ന് അറിയാമെന്ന് മുഹമ്മദ് റിയാസ്. എക്സിറ്റ് പോൾ തള്ളി LDF കൺവീനർ. കായംകുളത്ത് തെരുവ് നായ ആക്രമണം, 5 പേർക്ക് കടിയേറ്റു. വെങ്ങാനൂരിൽ വില്ലേജ് ഓഫീസിന് സമീപം മൂർഖൻ പാമ്പ്. അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യോ, നിങ്ങളെ തലയിൽ ലൈറ്റ് ഓഫ് ചെയ്യോ. തിരുകണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. കട്ടപ്പന DYSPക്ക് ചുമതല. തിരുവനന്തപുരത്ത് അച്ഛനെ മകൻ അടിച്ചു കൊന്നു.
അമ്മാവന് കുത്തേറ്റു, പ്രതി ഷാനു കസ്റ്റഡിയിൽ. നടുക്കമായി ബംഗളൂരുവിലെ അപകടം. കനത്ത മഴയിൽ മതിലിടിഞ്ഞ് വീണ് മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലേക്ക്. സഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. അപകടത്തിൽ ജീവൻ നഷ്ടമായത് 2 കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ 8 പേർക്ക്. Headlines brought to you by UGS Gold Loan. പ്രവചനം ഫലിക്കുമോ? ഫലിക്കുമോ? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശന് പിന്തുണയുമായി മുസ്ലിം ലീഗ്. സർവേകളിൽ ലഭിക്കുന്ന പിന്തുണ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരണമെന്ന ജനങ്ങളുടെ അഭിപ്രായമാണ് എന്ന വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജനവികാരം പരിഗണിച്ചാകും UDF തീരുമാനങ്ങൾ കൈക്കൊള്ളുകയെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ആ പ്രതികരണം. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് വി ഡി സതീശനാ യൂത്ത് കോൺഗ്രസിലെ. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധി എഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. ഈ UDF-നകത്ത് ജനവികാരത്തിനനുസരിച്ച് അതെപ്പോഴും UDF അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭാവിയിൽ പിന്നെ ഭരണകാര്യത്തിൽ അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDF-ൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം തീർച്ചയായിട്ടും അതിപ്പോൾ ഞങ്ങൾ പിന്നെ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോൾ ബി അശോക് സംസാരിക്കും. മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഇടപെടൽ നടത്തി. അങ്ങനെ നടത്തിയ ഇടപെടലുകൾ സർക്കാരിന്റെ നയവും നടപടിയും ആഭ്യന്തര പ്രക്രിയയെപ്പറ്റി പരാമർശിച്ചു. അത് വിമർശനാത്മകമാണോ എന്ന് സംശയമുണ്ട് എന്നാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. മൈറ്റ് ബി കൺസിഡേർഡ് ആസ് എന്ന മറ്റാണ് പ്രയോഗം. അപ്പൊ എന്നോട് ചോദിച്ചാൽ സിവിൽ സർവീസ് DA റൂൾ അനുസരിച്ച് സസ്പെൻഷൻ വാറന്റ് ചെയ്യുന്ന ഒരു കോസ് ആ ഓർഡറിനകത്ത് മേക്കൌട്ട് ചെയ്തിട്ടില്ല. പക്ഷെ കോടതിയിലേക്ക് പോകാനോ ട്രിബ്യൂണലിലേക്ക് പോകാനോ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏപ്രിൽ 9 കേരളത്തിലെ വോട്ടർമാർ ഡിസ്മിസ് ചെയ്ത ഒരു ഗവൺമെന്റിന്റെ സസ്പെൻഷൻ ഉത്തരവാണ്. അപ്പോൾ അത് തൽക്കാലം മേശപ്പുറത്തിരുന്നാൽ മതി. പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ അത് പിൻവലിക്കപ്പെടുമെന്നും സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുമെന്നും എനിക്ക് മറ്റേതൊരു പൗരനെയും പോലെ കാരണമില്ലാത്ത ഉത്തരവായതുകൊണ്ട് തന്നെ വോയിഡ് അബ് ഇനിഷ്യൂ ആയിട്ട് അത് പിൻവലിക്കപ്പെടുമെന്നും അപ്പോൾ തൽസ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടും, അതിന്റെ മുന്നിലുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നടപടിയും അതിന് ആവശ്യമില്ല. പോകുന്ന പോക്കിൽ അവസാനത്തെ റൗണ്ട് ശത്രുക്കൾ എന്ന് സംശയിക്കുന്നവരുടെ നേർക്ക് ഒരു റൗണ്ട് വെടിയുതിർത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്ന് മാത്രം. അത് ഒരു സസ്പെൻഷനായിട്ട് കാണുന്നില്ല. കഴിഞ്ഞ ഏതാണ്ട് ജനുവരി 25 മുതൽ ഗവൺമെന്റിന്റെ പൊതുഭരണ വകുപ്പിൽ IAS IPS ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്നതായ നീക്കങ്ങൾ ഞാൻ പറയും ഏതാണ്ട് ഒരു ചരിത്രപരമായ പോരാട്ടത്തിലൂടെ ഇന്ത്യയിലെ ഏക IAS അസോസിയേഷൻ സംസ്ഥാന മുഖ്യമന്ത്രിയെ ട്രിബ്യൂണലിൽ 5 വട്ടം കയറ്റി അദ്ദേഹത്തിന്റെ ചട്ടവിരുദ്ധമായിട്ടുള്ള മുഴുവൻ നടപടികൾ റദ്ദ് ചെയ്യിച്ച് ഒറിജിനൽ പെറ്റീഷനിലൂടെ അഖിലേന്ത്യാ സിവിൽ സർവീസ് ചട്ടം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈ ചെയ്ത ചട്ടം അനുസരിച്ച് മാത്രമേ കേരളത്തിൽ IAS കേഡർ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങളുടെ OP 367 ൽ അന്തിമ ഉത്തരവ് വാങ്ങി നൽകുകയുണ്ടായി. വലിയ വൈക്ലഭ്യവും മനക്ലേശവും അത് ഗവൺമെന്റിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2023 ആ കേസ് ഫയൽ ചെയ്തത്. 25 ജനുവരി തൊട്ട് എന്നെ സർക്കാരിന്റെ പുറത്തേക്ക് ഓടിക്കാനുള്ള നിരവധി ഉഡായിപ്പുകളും തന്ത്രങ്ങളും പ്രയോഗിച്ചു. തദ്ദേശ ഭരണ കമ്മീഷൻ രൂപീകരിച്ചു. ഏതാണ്ട് 10 കോടി രൂപ ചെലവാക്കി ഒരു കമ്മീഷൻ രൂപീകരിച്ച് അതിന്റെ മേധാവിയാക്കാൻ ശ്രമിച്ചു. അത് ട്രിബ്യൂണൽ ക്വാഷ് ചെയ്തു. ചട്ടവിരുദ്ധമാകൊണ്ട് തന്നെ അഖിലേന്ത്യാ സർവീസ് ചട്ടത്തിന് വിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ എന്റെ സീനിയോറിറ്റിക്ക് വളരെ താഴെയുള്ള മാനേജിംഗ് ഡയറക്ടറായിട്ട് എന്റെ 20 കൊല്ലത്തിലേക്ക് കിട്ടാൻ ശ്രമിച്ചു. അതും മരവിപ്പിച്ചു. അങ്ങനെ എല്ലാ പോരിലും പരാജയപ്പെട്ട് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയതിന്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തി എന്നൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 4 മണിയോട് കൂടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ തരികയാണുള്ളത്. അത് അംഗീകാരമായിട്ട് കണക്കാക്കുന്നു.
ഇൻടോളറൻസ് ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്റെ അടിമ വേലക്കാരാണെന്നും തന്നെ പുകഴ്ത്തിപ്പാടാൻ മാത്രം ജനിച്ചിട്ടുള്ള ആൾക്കാരാണെന്നും വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോറസ് ആയിട്ട് നിന്ന് എന്റെ വാഴ്ത്തുപാട്ട് പാടിത്തരാം, അതല്ലാതെ മറ്റ് യാതൊരു അവകാശവും ഇന്ത്യയിലെ IAS എന്നുള്ളതല്ല, സർക്കാർ ജീവനക്കാർക്ക് ഒന്നുമില്ല എന്നുള്ള ചിലരുടെ മനോഭാവത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് അതൊരു ബാഡ്ജായിട്ട്, ആ സസ്പെൻഷൻ ഓർഡർ ഒരു ബാഡ്ജായിട്ട് ഞാനിവിടെ കുത്തുന്നു. അതിന് യാതൊരു നിലനിൽപ്പുമില്ല. അത് അതിന്റെ വഴിക്ക് തന്നെ ചവറ്റുകുട്ടയിലേക്ക് പോകും എന്ന് ഉത്തമ ബോധ്യമുണ്ട്. അപ്പൊ അതിൽ കൂടുതലായിട്ട് വ്യാകുലപ്പെടുന്നില്ല. ഇതിനകത്ത് ഒരു സർക്കാർ കാലാവധി കഴിഞ്ഞതിന് ശേഷം ആണ് ഓർഡർ വരുന്നത്. നേരത്തെ താങ്കൾ അല്ല, ഞാൻ ഈ സാമൂഹ്യ മാധ്യമത്തിലും മറ്റു മാധ്യമങ്ങളിലും നടത്തിയ പ്രസിദ്ധീകരണത്തിന്റെ കട്ടിംഗ് എടുത്തുകൊണ്ട് ഒരു സ്വകാര്യ പരാതി ഇലക്ഷൻ കമ്മീഷനിൽ കൊണ്ടുപോയി മാർച്ച് മാസത്തിൽ അത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന് എതിരാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ അത് അവരുടെ ലീഗൽ അഡ്വൈസ് എടുത്ത ശേഷം ഇത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഇതൊരു താത്വികമായ ലേഖനമാണെന്നുള്ളതും എന്നാൽ ഇതിന്റെ അച്ചടക്ക വശം സർക്കാരിന് പരിശോധിക്കുക, അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുകയും എനിക്ക് അതിന്റെ കോപ്പി തരികയും ചെയ്തിരുന്നു. ആ ഫയൽ പ്രൊസീഡ് ചെയ്താണ് ഇന്നലെ ഇവർ സസ്പെൻഷനിൽ എത്തിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഏത് പരാമർശമാണ് ഇവർക്ക്? അത് സസ്പെൻഷൻ ഓർഡറിൽ ഇല്ലല്ലോ. മാധ്യമങ്ങളിൽ നടത്തിയ ഇടപെടൽ സർക്കാരിന്റെ താല്പര്യത്തിനെതിരാണ് എന്ന മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. അതേതാണ് പരാമർശം എന്ന് പറയുന്ന മുറയ്ക്ക് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രതികാരം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികാരമാണ്. മുഖ്യമന്ത്രി താഴെയുള്ള ഒരാളിന് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ അംഗീകാരം ഇല്ലാതെ സ്വീകരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ തുടക്കം തൊട്ട് ഞാൻ പറയുന്നത് ഇപ്പോഴല്ല, 23 ഞങ്ങൾ ഫയൽ ചെയ്ത ഒറിജിനൽ പെറ്റീഷൻ തൊട്ട് തന്നെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനെതിരെയാണ് ഞങ്ങൾ കേസ് നടത്തുന്നത്. അദ്ദേഹം ഡെസിഗ്നേറ്റ് ചെയ്ത അഡ്വക്കേറ്റ് ജനറൽ തന്നെയാണ് കേസ് ബാധിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, സ്റ്റേറ്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ അപ്പിയർ ചെയ്ത 5 മാറ്റേഴ്സിലും കേരള IAS അസോസിയേഷനാണ് ജയിച്ചത്. ഞാനാണ് പെറ്റീഷണർ. സ്വാഭാവികമായിട്ടും എന്നോട് നീരസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേറ്റ ഡാമേജുമായിട്ട് നോക്കുമ്പോൾ ഈ സസ്പെൻഷൻ ഓർഡർ തീരെ നിസ്സാരമാണ്. അതിനെ തള്ളിക്കളയുന്നു, അത്രയേ ഉള്ളൂ. ഉത്തമ ഉദാഹരണമല്ലേ ഞാൻ പറഞ്ഞത്. തുടർഭരണത്തിൽ എത്തിയില്ല. അതിന് കാലാവധി തീരുന്നതിന് 4 ദിവസം മുമ്പ് തന്നെ ഇവിടെ ആരും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഓർഡേഴ്സ് പുറപ്പെടുവിച്ചിരിക്കുകയല്ലേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുതരാം. 1ാം പിണറായി സർക്കാരിൽ സാമാന്യം നല്ല നിലയിലുള്ള ടീം വർക്ക് അഖിലേന്ത്യാ സർവീസും സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രളയത്തിന്റെ സമയത്ത്, കോവിഡിന്റെ സമയത്ത് അക്ഷീണം എത്തിച്ച ഒരു സിവിൽ സർവീസ് ലീഡർഷിപ്പിനെയാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ആ സമയത്തെ ഗവൺമെന്റിന്റെ വിജയത്തിന്റെയും തുടർഭരണത്തിന്റെയും ഒരു വലിയ ഘടകമായിരുന്നു. ഒറ്റ കോംപ്ലിമെന്റ് ആയിട്ട് പല മിനിസ്റ്റേഴ്സും സീനിയർ മിനിസ്റ്റേഴ്സ് ഞങ്ങൾ കണ്ട വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് കൃത്യ നമ്പർ അറിയില്ല, 10 or 12 ലോങ് റിട്ടയർഡ് ഓഫീസേഴ്സ് പല രീതിയിലും ഗവൺമെന്റിലെ കോർ പൊസിഷൻസിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അതിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് എപ്പോഴും ഒരു സർവിംഗ് IAS ഓഫീസർ ഉണ്ടാവുന്നതാണ്. ഇത് വളരെ ക്രൂഷ്യൽ പോസ്റ്റാണ്. കാരണം ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിയോടൊപ്പം മറ്റ് എല്ലാ വകുപ്പുകളെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഏകോപിപ്പിക്കുന്നത്. 1ാം സർക്കാരിൽ ശ്രീ M. ശിവശങ്കർ ഉണ്ടായിരുന്നു. ശിവശങ്കർ ചില സാഹചര്യങ്ങളിൽ സസ്പെൻഷനിലായെന്നൊക്കെയുള്ളത് സത്യമാണ്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ശിവശങ്കർ ഈ കോർഡിനേഷന്റെ കാര്യത്തിൽ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു ഓഫീസറായിരുന്നു. അപ്പൊ നമുക്ക് വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ശിവശങ്കർ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കാനായിട്ട് വലിപ്പച്ചെറുപ്പമോ സീനിയോറിറ്റിയോ ഇല്ലാതെ എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലായിരുന്നു. ആ സ്ഥാനം ഒഴിച്ചിട്ട ശേഷം 10 വർഷത്തിന് മുമ്പ് 2018 റിട്ടയർ ചെയ്ത ശ്രീ KM എബ്രഹാമിനെ ഇല്ലാത്ത ഒരു പൊസിഷൻ സൃഷ്ടിച്ച് അങ്ങനെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊരു പൊസിഷൻ IAS കേഡറിൽ ഇല്ല, സംസ്ഥാന സർവീസിലും ഇല്ല. അവിടെ കൊണ്ടുവന്ന് അധിക ചുമതലയിൽ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ കിഫ്ബിയിലെ ചുമതലയും അവിടെ ഒരു കോക്കസ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസുമായിട്ട് ടോട്ടലി ഔട്ട് ഓഫ് സിങ്ക് ആയിട്ട് മാറി. അപ്പൊ ആ നിയമനങ്ങളിലും മറ്റും അത് മാത്രമല്ല, ചീഫ് സെക്രട്ടറിയേക്കാൾ വളരെ സീനിയോറിറ്റി കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 3 മന്ത്രി പദവിയും കൊടുത്തു. അപ്പോൾ ഒരു അഡീഷണൽ ലെയർ ബ്യൂറോക്രസിയിൽ വന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ തന്നെ തന്റെ സബോർഡിനേറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനത്ത് പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴേക്കും ഡ്യുവാലിറ്റി ഓഫ് കൺട്രോൾ വന്നു. അത് മാത്രമല്ല, വളരെ മുമ്പ് ഗവൺമെന്റിൽ നിന്ന് പുറത്തു പോയതുകൊണ്ട് തന്നെ
കട്ടിംഗ് എഡ്ജ് ലെവലിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹത്തിന്റെ സമ്പർക്കം തീരെ കുറവാണ്. അപ്പൊ ഇതിൽ നിന്നാണ് ഈ 23 കേസുകളും ഈ കേസുകളെല്ലാം വളരെ പേഴ്സണലായിട്ട് എടുത്തുകൊണ്ട് അപ്പൊ ഞങ്ങൾ ഈ കേഡർ തസ്തികകൾ പുനർനാമകരണം ചെയ്ത് നിയമിക്കരുത് എന്ന് പറഞ്ഞിപ്പോ IMGയിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ ഉടൻ തന്നെ സർവീസിൽ ഒന്നിച്ച് പ്രവർത്തിച്ച കെ ജയകുമാറും KM എബ്രഹാമും അത് വ്യക്തിപരമായിട്ട് എടുക്കുക. കാരണം അത് രണ്ടുപേരെയും ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ. അവരുടെ നിയമനത്തിൽ, അവരുടെ വേതനത്തിൽ, അവരുടെ എംപ്ലോയ്മെന്റിൽ, അവരുടെ കോണ്ടാക്റ്റിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം 100 പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതിലോട്ടൊന്നും കടക്കുന്നില്ല. നമ്മൾ ആകെ പറയുന്നത് സിവിൽ സർവീസുമായിട്ടുള്ള ഏകോപനം അവിടെ വെച്ച് കാര്യമായി താളം തെറ്റി. ആ താളം തെറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിറ്റിഗേഷൻസ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിന്റെ മുന്നിൽ നിന്ന പെറ്റീഷണർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് 23 ആ കേസിന്റെ ഗൌരവം സത്യത്തിൽ അത് സെപ്റ്റംബറിൽ ഫയൽ ചെയ്യുമ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നില്ല. ഇത് ഏതോ ഒരു പെറ്റീഷൻ പോലെയൊക്കെ പോകുമെന്നാണ് ധരിച്ചത്. ഇപ്പോൾ വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ 2 കാര്യങ്ങൾ നിയമപരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, എക്സൈസ് കമ്മീഷണറുടെ പോസ്റ്റിൽ IAS ഓഫീസർക്ക് ചുമതല കൊടുക്കാൻ ആ കോമൺ ഓർഡറിൽ വിധിയുണ്ടായിരുന്നു. അത് അവർ ചെയ്തില്ല. അതിന് പകരം ശ്രീ MR അജിത് കുമാറിനെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്തിട്ട് അവിടെ തന്നെയുള്ള പോലീസ് സൂപ്രണ്ട് റാങ്കിലുള്ള ഒരു IPS ഓഫീസർക്ക് ചാർജ് കൊടുക്കും. എത്ര ധിക്കാരപരമായിട്ടാണ് ഒരു ട്രിബ്യൂണൽ വിധിയോട് പെരുമാറുന്നത്. IAS ഓഫീസറെ കേഡർ തസ്തികയിൽ നിയമിക്കേണ്ട പോസ്റ്റിൽ എന്നാൽ ശ്രീ അജിത് കുമാർ ADGP റാങ്കുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. ADGP എടുത്തു മാറ്റിയിട്ട് ഒരു SPക്ക് ചാർജ് കൊടുക്കും. അതിൽ ഞാൻ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തു. ചീഫ് സെക്രട്ടറി കണ്ടംപ്റ്റ് നോട്ടീസ് പോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോ മെയിൽ കണ്ടംപ്റ്റ് നോട്ടീസ് ആൻസർ ചെയ്യണം. അതിനുശേഷം ഞങ്ങൾ പരാതി കൊടുത്തു. അതായത് സെക്രട്ടറി ടു ഗവർണർ കേഡർ തസ്തികയാണ്, IAS ഓഫീസർ വഹിക്കേണ്ട പോസ്റ്റാണ്. ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് രാജ്ഭവനിൽ. രാജ്ഭവൻ സർവീസിലെ ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് IAS ഓഫീസറുടെ ചാർജ് കൊടുത്തിരിക്കുകയാണ്. ചട്ടവിരുദ്ധമാണ്. അതും സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ, ഈ 2 പദവി. അത് മാത്രമല്ല, നമുക്കെല്ലാം അറിയാം, മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കിയാൽ ഉടനടി പുതിയ മന്ത്രിസഭയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ട സ്റ്റെപ്സിലേക്ക് കടക്കണം. അതിന്റെ സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് ഗവർണറുടെ സെക്രട്ടേറിയറ്റാണ്. അവിടെ ചട്ടപ്രകാരമുള്ള ഉദ്യോഗസ്ഥനില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനും വകുപ്പുകളുമായിട്ട് ഏകോപിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥനുമില്ല. 2 അനർഹരായിട്ടുള്ള ആളുകൾ. ഒന്ന് റിട്ടയർ ചെയ്ത ഒരു IAS ഉദ്യോഗസ്ഥനും മറ്റൊന്നൊരു ഡെപ്യൂട്ടി സെക്രട്ടറി പദവി വഹിക്കുക. ഇക്കാര്യത്തിൽ ഞാൻ ഈ ആഴ്ച ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരുന്നു. വ്യക്തമായിട്ട് നിങ്ങളിത് തിരുത്തുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിലും കോടതിയെ വീണ്ടും സമീപിക്കുമെന്നും പറഞ്ഞിരുന്നു. അപ്പൊ സസ്പെൻഷൻ ഓർഡർ കൂടുതലും ഇതിന്റെ ഒരു തുടർച്ച, ഈ 23 തുടങ്ങിയ ഈ ലീഗൽ ബാറ്റിലിന്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത് കാണിച്ച് ഭീഷണിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കേണ്ടതില്ല. അതൊക്കെ കാലാന്തരത്തിൽ മാഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പോരാടി വന്ന കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങളെല്ലാവും വിധം ശക്തമായി മുന്നോട്ട് തന്നെ പോകും. അധികാരവും ഇല്ലാത്ത അധികാരം കൊടുത്തുവാണോ ഈ IAS ഉദ്യോഗസ്ഥരെ പൊതുവിൽ സർക്കാരിനെതിരാക്കിയത്, അല്ലെങ്കിൽ ഇത്തരം താങ്കളെപ്പോലുള്ള പ്രതികരിക്കാനിടയാക്കിയത്? ശ്രീ KM എബ്രഹാം മന്ത്രി പദവി കൂടി അസ്യൂം ചെയ്തതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റിലെ 2ാമനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിനെ മറികടന്ന് നിരവധി അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കും വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5000-6000 കോടി ഒരു വർഷം വായ്പയായിട്ടും ഗ്രാന്റായിട്ടും കിഫ്ബിക്ക് ലഭ്യമാവുന്നു. ഏകദേശം 40,000 കോടി രൂപയോളം ഏതൊരു വകുപ്പിനേക്കാളും വലുതാണ് കിഫ്ബിയുടെ ധനവിനിയോഗം. അപ്പൊ ഇത് കയ്യിൽ വരികയും കിഫ്ബി സർക്കാരിനേക്കാൾ ശക്തമായ ഒരു സ്ഥാപനമാണെന്ന് വരികയും ചെയ്തതോടുകൂടി എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ സർക്കാരിലെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം വളർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ താൽപര്യത്തിലും അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവിലുമാണ് അഖിലേന്ത്യാ സർവീസിന്റെ മൂവ്മെന്റുകളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളും പരിഗണിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ജൂൺ 30 വിരമിക്കുകയാണ്. അടുത്ത് സീനിയറായിട്ടുള്ള ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളുകളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് വന്ന് KM എബ്രഹാമുമായിട്ട് മീറ്റിംഗ് നടത്തി എന്നെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് മടങ്ങുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം ഭരണഘടനാപരമായ ചുമതലകൾ ഏറ്റെടുത്ത് മറ്റു മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഇൻസ്ട്രക്ട് ചെയ്തു തുടങ്ങുകയും നിയമനത്തിലടക്കം അനർഹമായിട്ടുള്ള കൈകടത്തൽ നടത്തുകയും ചെയ്തതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ IAS അസോസിയേഷനുമായിട്ടും എനിക്കെതിരെയും ഒക്കെയുള്ള നടപടികളിലേക്കും ലിറ്റിഗേഷൻസിലേക്കും നീട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പുതുതായിട്ട് വരുന്ന ഗവൺമെന്റിന്റെ മുന്നിൽ ഡെഫിനറ്റായിട്ടും ലിഖിതത്തിൽ തന്നെ ഇത്തരം ലോങ് റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ സർവീസിലെ ആക്റ്റീവ് പൊസിഷനുകളിൽ കൊണ്ടുവരുന്നതിൽ നിന്നും ആ ഒരു പുവർ പ്രസിഡന്റ് അവസാനിപ്പിക്കണമെന്ന് പുതുതായിട്ട് ചുമതലയെടുക്കുന്ന മുഖ്യമന്ത്രിയോടും ഗവർണറോടും അതിന്റെ സമയത്ത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അത് വളരെ മോശം എക്സാമ്പിളായി മാറിയിട്ടുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. വളരെ കൂടുതൽ അന്വേഷണവും വളരെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമുള്ള
ഒട്ടേറെ ക്രമക്കേടുകളുടെ നീണ്ട നിരകൾ തന്നെ ഞാൻ ഈ പരാമർശിച്ച സ്ഥാപനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ ദിവസം അതിലേക്ക് കടക്കുന്നത് അനവസരത്തിലാണ്. കാരണം ഞാനൊരു പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുകയാണ് എന്ന് പറഞ്ഞേക്കാം. അത് അതിന്റെ സമയത്ത് വിസിറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെ കോണ്ടാക്ട് ഒന്നിലധികം സ്ഥലങ്ങളിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, സീനിയർ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിട്ടുണ്ട്. ഭീഷണിയിലും അവരുടെ ഇംഗിതത്തിനൊത്ത് താളം തുള്ളാത്തവരെ വകവരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അടുപ്പിക്കാനുള്ള ഒരു പരിശ്രമവും വിരട്ടും. അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ്, മുൻപില്ലാത്ത വിധം കേരളത്തിലെ IAS എക്കാലവും രാഷ്ട്രീയമായിട്ട് പൂർണ്ണ നിഷ്പക്ഷതയോടുകൂടി അവരുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ളതാണ്. അതിന് ഘടകവിരുദ്ധമായിട്ട് ഈ കിഫ്ബിയുടെ നേതൃത്വത്തിലും ഞാൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിരവധി സർവിംഗ് ഓഫീസർമാരുടെ സഹകരണത്തോടുകൂടിയും സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാക്കാൻ ഒരു ഉദ്യോഗസ്ഥ കോക്കസ് കഴിഞ്ഞ ഏകദേശം 6 മാസമായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികൾ നടപ്പാക്കാൻ കൂടുതൽ ഉത്സാഹിച്ചിട്ടുണ്ട്. ചിലപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവരോട് അടുത്ത് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥർ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ സറ്റിലായിട്ട് അവരുടെ കർമ്മത്തിന് ഒരു മിഴിവ് കിട്ടത്തക്ക രീതിയിൽ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ IASലും IPSലും ഞാൻ എന്റെ 28 വർഷം നീണ്ട സർവീസിൽ കണ്ടിട്ടേയില്ല. പക്ഷെ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് കഴിഞ്ഞ നവംബർ മുതലെങ്കിലും സംസ്ഥാനത്ത് ചില IAS ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തുകൊണ്ടും ഈ കിഫ്ബി മേധാവിയുടെ നേതൃത്വത്തിലും സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാക്കാനായിട്ട് IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ പബ്ലിക് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, കടമെടുത്ത കിഫ്ബി ഫണ്ടുകൾ പോലും ഉപയോഗിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്ത് അതിലേക്ക് പോവുകയാണുള്ളത് ഉണ്ടായത്. ഇക്കാര്യങ്ങൾ പരാമർശിച്ചതാണ് എനിക്കെതിരെയുള്ള വിരോധത്തിന്റെ നീഡിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കിഫ്ബിക്ക് സർക്കാരിന് വേണ്ടി ഇമാതിരി ഒരു പബ്ലിസിറ്റി ക്യാമ്പയിനോ പരസ്യ ക്യാമ്പയിനോ നടത്താനുള്ള യാതൊരു നിയമപരമായ അധികാരവുമില്ല. അവരുടെ ചാർട്ടർ വായിച്ചാൽ, അവരുടെ ആക്ട് വായിച്ചാൽ അവര് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിനും അതിന്റെ ആൻസിലറി യൂസസിന് മാത്രമേ അവർ കടമെടുക്കുന്ന ഫണ്ടുകൾ ഉപയോഗിക്കാവൂ. ഇവിടെ ബോംബെ ആസ്ഥാനമായിട്ടുള്ള ഒരു വലിയ PR കമ്പനിയെ വാടകയ്ക്കെടുത്തുകൊണ്ട് ഹോർഡിങ്ങുകൾ മുതൽ പത്രപരസ്യങ്ങൾ മുതൽ ഡിജിറ്റൽ ക്യാമ്പയിൻ അടക്കം എനിക്ക് തോന്നുന്നു 130 കോടിയുടെ മറ്റോ ക്യാമ്പയിനാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈ വർഷം മാത്രമല്ല, 2021 ഇലക്ഷനിൽ 75 കോടിയുടെ ക്യാമ്പയിൻ കമ്മീഷൻ ചെയ്തു. ഇപ്പൊ മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ നൽകുന്ന ഒരു സമീപനത്തെ എതിർക്കാനൊന്നും കഴിയുകയില്ല. പക്ഷെ ഇവിടെ കിഫ്ബിക്ക് പറഞ്ഞിട്ടുള്ള ഡൊമൈനിലല്ല കിഫ്ബി പ്രവർത്തിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന് ജസ്റ്റിഫിക്കേഷനായിട്ട് കിഫ്ബി കൊടുത്ത പത്രക്കുറിപ്പ് ഞാൻ വായിക്കാനിടയായി. കിഫ്ബിയുടെ കടമെടുപ്പ് ബോണ്ടുകൾക്ക് കൂടുതൽ റേറ്റിംഗ് കിട്ടാനാണ് കേരളത്തിലെ ഡിജിറ്റൽ മീഡിയയിൽ മലയാളത്തിൽ പരസ്യം കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ റേറ്റിംഗ് നടത്തുന്ന ഒരു ഏജൻസിയും കേരളത്തിലല്ല പ്രവർത്തിക്കുന്നത്. അവരാരും ഈ മലയാളത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന പരസ്യങ്ങൾ കാണാനോ അത് വിലയിരുത്താനോ പോകുന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സിവിൽ സർവീസിന്റെ പുറത്ത് അനാവശ്യമായിട്ടുള്ള